പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റിരുന്നു. അതും പോലീസ് മർദ്ദനം. പോലീസിൻ്റെ നരനായാട്ടെന്ന് പറയുന്ന രീതിയിലുള്ള മർദ്ദനം ഒരു എംപിക്കെതിരെ നടക്കുന്നു. എന്നാൽ അന്ന് ഈ സംഭവം പുറത്തു വരുമ്പോൾ ഷാഫി പറമ്പലിനെതിരെ CPM പറഞ്ഞത്, SFI പറഞ്ഞത്, DYFI പറഞ്ഞത് ഷാഫിയുടെ ഷോ ആണെന്നാണ്. എന്നാൽ യഥാർത്ഥ ഷോ കൃത്യം 13ാമത്തെ ദിവസം, ഷാഫി പറമ്പലിൻ്റെ മർദ്ദനമേറ്റ 13ാമത്തെ ദിവസം യഥാർത്ഥ ഷോ എന്താണെന്ന് ഷാഫി പറമ്പൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് കാണിച്ചു കൊടുത്തു. എന്തായിരുന്നു ഷാഫി ഷോ എന്നുള്ളത് പിന്നീട് CPM അത് വ്യക്തമായി മനസ്സിലാക്കിയെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു എംപിക്ക് നേരെ പോലീസിൻ്റെ നരനായാട്ട് നടക്കുന്നു. അതും CPM ബന്ധത്തിൽ തുടരുന്ന, അല്ലെങ്കിൽ CPM ബന്ധമുണ്ടെന്ന് പറയുന്ന, SFI ആയിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള, CPIയുടെ ഏരിയ കമ്മിറ്റിയായിട്ട് CPMൻ്റെ ഏരിയ കമ്മിറ്റി പോലെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കമുള്ള എല്ലാ കമ്മിറ്റികളിലും ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ഷാഫി പറമ്പലിന് നേരെ ആക്രമണം നടത്തുന്നു. ഇത് വലിയ തരത്തിൽ ചർച്ചയായി എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ പ്രകമ്പനമായി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഇത് മാറുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പേരാമ്പ്രയിൽ കണ്ടത് CPM പോലീസ് ഗുണ്ടായിസത്തിൻ്റെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിൻ്റെ നടക്കുന്ന ദൃശ്യങ്ങളോ എന്നുള്ള ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നടന്നിട്ടുള്ള സംഘർഷങ്ങളെല്ലാം, അല്ലെങ്കിൽ തകർന്നത് ഒരു ജനപ്രതിനിധിയുടെ മൂക്കിൻ്റെ പാലമെന്ന് മാത്രം പറയാൻ കഴിയില്ല. കാരണം മറിച്ച് കേരളത്തിൻ്റെ നിയമവാഴ്ചയുടെ നെടുന്തൂണാണ് തകർക്കപ്പെട്ടത്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? ഒപ്പം ആസൂത്രണം ചെയ്തതാരാണ്? ഷാഫി പറമ്പലിലൂടെ വെളിപ്പെടുത്തൽ എന്നത് ഞെട്ടിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. ആദ്യം ഇവിടെ നടന്നിട്ടുള്ള സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. എന്റെ കൈ അടിപോലെ ഞങ്ങളാരും ഒരു മാസം ഒരു എംപിക്ക് പോലും അറിയങ്ങള് അല്ല ഏത് തെണ്ടി പോലീസ് അത് നോക്കണം. ഏത് തെണ്ടി പോലീസ് നോക്കണത്? ഒരു മര്യാദ വേണ്ടി നോക്കാം. മര്യാദ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്ത് പറഞ്ഞത്? എന്ത് പറഞ്ഞത്? ഇയാളെ ചോര പിടിച്ച ആരാണ് പറഞ്ഞത്? ഇതിൽ തോന്നിയ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഈ സംഘർഷത്തിലാണ് ഷാഫി പറമ്പലിന് മൂക്കിന് നേരെ മർദ്ദനമേൽക്കുന്നത്. തലയ്ക്കും മൂക്കിനും നിരന്തരം അടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഈ ദൃശ്യങ്ങൾ വന്ന ഉടൻ തന്നെ CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് സൈബർ പോരാളികൾ പറഞ്ഞാൽ പോട്ടെ എന്ന് വെക്കാൻ പറ്റും. എന്നാൽ ഇവിടെ CPMൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഷാഫി പറമ്പിൽ ഷോ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇത് കളർ ഉപയോഗിക്കുക അല്ലെങ്കിൽ മഷി ഉപയോഗിച്ച് രക്തമുണ്ടാക്കിയതാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് തൊട്ടടുത്ത ആശുപത്രിയിൽ പോയില്ല എന്നും പകരം പോയത് 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിലാണെന്നും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് കൊടുത്തിട്ടാണ് പോകുന്നതെന്നുള്ള ഭാഷ്യം വരെ CPM ഉപയോഗിച്ചു. ഒപ്പം തന്നെ CPM ഏതാണ്ട് സൈബർ പോരാളികൾ തലത്തിലേക്ക് തരം താഴുന്ന സാഹചര്യം ഷാഫി പറമ്പിലിന് ഈ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഷാഫി പറമ്പിൽ നടത്തിയ വെളിപ്പെടുത്തൽ ഇതെന്ന് ആദ്യം പറയാം. ആദ്യത്തെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, എന്നെ തല്ലിയതുകൊണ്ടൊന്നും ശബരിമല വിഷയം അങ്ങനെ മറച്ചു വെക്കാൻ കഴിയില്ല, അങ്ങനെ മൂടി വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ശബരിമല വിഷയത്തിൽ ഞങ്ങൾ കോൺഗ്രസ് ഒരുമിച്ച് തന്നെ ഉണ്ടാകും, ഒപ്പം തന്നെ സമരമുഖത്തുണ്ടാകും എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിൻ്റെ ആ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലും വലിയ തരത്തിൽ ചർച്ചയായി. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതും വലിയ ചർച്ചകളുണ്ടാക്കി. ഈ ചർച്ചകൾക്കൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സമര കോലാഹലങ്ങൾ നാട്ടിലെമ്പാടും നടന്നു എന്ന് പറയേണ്ടി വരും. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു, മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ചിൽ വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിടപ്പെട്ടു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ, CPMൻ്റെ ഫ്ലക്സ് ബോർഡുകൾ, കൊടിമരങ്ങൾ, കൊടിത്തോരണങ്ങളെല്ലാം പിച്ചി ചിന്തുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് കേരളം കലാപകലുഷിതമായി മാറുന്ന അവസ്ഥയുണ്ടായി. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നതും പേരാമ്പ്രയിൽ നടന്ന സംഘർഷമാണ്. ഈ സംഘർഷം തന്നെ പോലീസ് നടത്തിയ ഈ അതിക്രമമാണ്. എന്തുകൊണ്ട് ഒരു എംപിക്കെതിരെ ഇത്തരത്തിലൊരു അതിക്രമം നടന്നിട്ട് പോലീസ് നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ SP ആദ്യം എന്ന് പറഞ്ഞത് പോലീസ് അങ്ങനെ ഒരു അക്രമം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ലാത്തി ചാർജിനുള്ള യാതൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു, ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, അങ്ങനെയുണ്ടെങ്കിൽ തെളിവ് തരട്ടെ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. തെളിവ് നൽകട്ടെ എന്നുള്ള പറയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ പോലീസ് പലതവണ പറഞ്ഞു ഞങ്ങൾ അതിക്രമം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയില്ല, പ്രത്യേകിച്ച് എംപിക്കെതിരെ യാതൊരുവിധ ലാത്തി ചാർജും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞ ആരോപണത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്ന വീഡിയോ പുറത്തു വന്നു. ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന
ഭാഷ്യമെല്ലാം മാറി, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള സംസാരങ്ങളെല്ലാം മാറി SP അടക്കമുള്ളവർ പിന്നീട് വന്നിട്ട് പറയുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ ടീമിൽ തന്നെ, പോലീസിൽ തന്നെ ചിലർ നടത്തിയതാണ് ഇത്, അത് പോലീസിന് വലിയ കളങ്കമായി എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ആ ദൃശ്യം കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ, എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MP-നെ കൂടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷൻസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്പോഴും ലാത്തിചാർജ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ലാത്തിചാർജിൻ്റെ ഒരു ഡ്രിൽ മൊമെന്റ് ചെയ്തിട്ടില്ല, അത് സൂചിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ പറയുന്നത് പോലെ ഒരു SP തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ട്വിസ്റ്റ് അവിടെയല്ല ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP നടത്തിയ വെളിപ്പെടുത്തലാണ് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ തുറന്നടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വിഷ്വൽ അടക്കം തെളിവായി വെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ ഉദ്യോഗസ്ഥൻ മുമ്പ് ക്രിമിനൽ ബന്ധങ്ങളുടെ പേരിൽ സസ്പെൻഷനിലായി പിന്നീട് പിരിച്ചുവിട്ടതായി പോലും വാർത്തകൾ വന്നിട്ടുള്ള ആളാണ്. എന്നിട്ടും CPM ബന്ധം ഉപയോഗിച്ച് മാത്രം ഇയാൾ സർവീസിൽ തിരിച്ചെത്തി. അത് എങ്ങനെയെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾ സർവീസിൽ തിരിച്ചെത്തിയത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ സസ്പെൻഷൻ കാലത്ത് CPM മഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും ഈ ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട്. CPMന്റെ ഗുണ്ടാപ്പണി എടുക്കാൻ വേണ്ടി സർക്കാരിന്റെ ഒത്താശയോടെ തിരിച്ചെടുത്തയാളാണ് പേരാമ്പ്രയിലെ MP-യെ ആക്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഷാഫി പറമ്പിൽ MP-യെ ആക്രമിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം എൻ്റെ തലയിലടിക്കുന്നു, അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരെ മൂക്കിലേക്ക് അടിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ലാക്കാക്കി പിന്നെ അടുത്തതും വരിക. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി, ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക. ഇവിടെയാണ് ഷാഫി പറമ്പിൽ MP ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബലം നൽകുന്നത്, ആക്കം കൂട്ടുന്നത്. കാരണം ഇവിടെ ഷാഫി പറമ്പിൽ MP പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പോലീസിലെ പിരിച്ചുവിടൽ അടക്കമുള്ളവ സംബന്ധിച്ച സർക്കാരിന്റെ കള്ളക്കളി പുറത്തു വരുന്നതും ഈ ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തെ പോലീസിനെ ക്രിമിനൽ മുക്തമാക്കുമെന്നും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ക്രിമിനലുകളെല്ലാം തുടച്ചു നീക്കുമെന്നും പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം പ്രഖ്യാപിച്ചത് ക്രിമിനൽ പശ്ചാത്തലമുള്ള 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ്. എന്നാൽ എന്താണ് സത്യാവസ്ഥ എന്നും അതുപോലെ പിണറായി വിജയൻ പറഞ്ഞ 144 പേരെ പിരിച്ചുവിട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒപ്പം തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഈ 144 പേരെ പിരിച്ചുവിട്ടെന്ന് പറയുന്ന ആ ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം. തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകില്ല. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ട് സംസ്ഥാന പോലീസിലെ ക്രിമിനൽ പോലീസുകാരായ 144 പേരെ പിരിച്ചുവിട്ടുവെന്ന്. എന്നാൽ പിന്നീട് വിവരാവകാശ പ്രകാരം നടത്തിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരം നടന്ന രേഖകൾ പുറത്തു വന്നതിൽ സത്യം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ആകെ പിരിച്ചുവിട്ടത് വെറും 44 പേരെ മാത്രമാണ്. 100 പേരെ സംരക്ഷിച്ചതാരാണ്? 144 പേരെ പിരിച്ചുവിട്ടുവെന്ന് പിണറായി വിജയൻ പറഞ്ഞ അതിൽ നിന്നും 100 പേരെ കാണാതാവുകയും 44 പേര് മാത്രം പിരിച്ചുവിടപ്പെടുകയും ചെയ്യുമ്പോൾ ആ 100 പേരെ സംരക്ഷിച്ചതാരാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലരെയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ബാക്ക്ഡോർ വഴി പിൻവാതിൽ നിയമനത്തിലൂടെ അല്ലെങ്കിൽ പിൻവാതിലിലൂടെ തിരികെ കയറ്റി എന്ന് കൂടി പറയേണ്ടി വരും. ഇവിടെ ഷാഫി പറമ്പിൽ MP ആക്രമിച്ച അഭിലാഷ് ഡേവിഡും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ട ആളാണോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ പിരിച്ചുവിട്ട ക്രിമിനലുകളെ CPMന്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടിയിട്ട് MP-യുടെ ആരോപണം പറയുമ്പോൾ CPMന്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടി മാത്രം തിരികെ കൊണ്ടുവരുന്നു എന്നുള്ള ആരോപണമാണ് ഷാഫി പറമ്പിൽ
പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള പറച്ചിൽ ഒരുപക്ഷെ ജനങ്ങൾ പോലും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഷാഫി പറമ്പിൽ പറയുന്ന പോലെ തന്നെ 144 പേരെ പിണറായി വിജയൻ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും 100 പേരെ കാണാതാവുകയും വെറും 44 പേര് മാത്രം പിരിച്ചുവിടപ്പെട്ട പട്ടികയിൽ വരികയും ബാക്കിയുള്ള 100 പേരെ പിന്മാതിലൂടെ വീണ്ടും തിരികെ കയറ്റുകയും ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ നിയമഭാഷയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, സർക്കാരിന് എന്താണ് സംഭവിക്കുന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെ മർദ്ദനം ഏൽക്കുമ്പോൾ ഇവിടെ CPM നടത്തിയ അല്ലെങ്കിൽ CPM സർക്കാർ നടത്തിയ കുറെ ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ CPMന്റെ നേതാക്കന്മാർ നടത്തിയ ആരോപണങ്ങളും ഇതുപോലെ കൂട്ടി വായിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഇവിടെ പറയേണ്ടത് CPMന്റെ നേതാക്കന്മാർ നടത്തിയ ആരോപണങ്ങൾ ഒരുപക്ഷെ സൈബർ പോരാളികളെക്കാൾ തരം താണു പോയി എന്നുള്ള അഭിപ്രായങ്ങൾ വലിയ തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. MPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPM കേന്ദ്രങ്ങൾ തന്നെ രംഗത്തെത്തിയപ്പോൾ അത് രാഷ്ട്രീയ ധാർഷ്ട്യത്തിന്റെ രൂപത്തിലായി മാറുന്ന അവസ്ഥയുണ്ടായി. അതായത് MP മർദ്ദനം ഏൽക്കുന്നതിനെ കുറിച്ച് CPM നേതാക്കൾ തന്നെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, CPM നേതാക്കൾ തന്നെ കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു, അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുൻ മന്ത്രിയായ EP ജയരാജന്റെ വാക്കുകൾ പറയുന്നതനുസരിച്ച് വലിയ തരത്തിൽ ധാർഷ്ട്യം ഉളവാക്കുന്നതാണ് MPയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. MPക്ക് നേരെ ഉണ്ടായ പരിക്കിനെ പരിഹസിച്ചുകൊണ്ടാണ് ജയരാജനടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ, സൂക്ഷിച്ച് നടന്നാൽ മതി എന്നുള്ളതായിരുന്നു ജയരാജന്റെ അഭിപ്രായം. MP ആക്രമിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണെന്നായിരുന്നു ഇതിനുള്ള തെളിവായി പറയുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ദൃശ്യങ്ങൾ ഇതിന് തെളിവായി പുറത്തു വരികയും ചെയ്തിരുന്നു. MPയെയും അഡ്മിറ്റ് ചെയ്തോ എന്നുള്ളതാണ് ആ ചോദ്യം. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇനി ഈ കക്ഷി ആശുപത്രിയിൽ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം അത് നിങ്ങൾ കണ്ടു കാണും, അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു. അതെവിടെ? ഈ ഡിവൈഎസ്പി ഹരിപ്രസാദ് ആശുപത്രി വന്നപ്പോൾ ഉടനെ ചോദിക്കുക, എന്തായി MP അഡ്മിറ്റ് ആയോ? അയാൾ ആശുപത്രിയിലാണ്. അപ്പൊ MP അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല, എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ അവര് തിരിച്ചറിയുന്ന അവിടുത്തെ DYSP തന്നെ ചോദിക്കുന്നു, എന്തൊക്കെയാ സ്ഥിതി, MP അഡ്മിറ്റ് ആയോ? അപ്പൊ അത് എത്ര പ്ലാൻഡ് ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. ഈ ദൃശ്യത്തിൽ കണ്ടതുപോലെ MPയെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള ചോദ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ, അതേ SP പിന്നീട് വന്നിട്ട് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയും ആ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ റൂറൽ SP പിന്നീട് രാഷ്ട്രീയ സംബന്ധം കാരണം അന്വേഷണം തന്നെ മരവിപ്പിച്ചു എന്നുള്ള തരത്തിലേക്കും പ്രതിയാകുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇനി ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഈ അതിക്രമം ഒരു വ്യക്തിപരമായ ആക്രമണമല്ല എന്നും മറിച്ച് ഭരണഘടനാ സ്ഥാപനമായ പാർലമെന്റിന് നേരെയുള്ളൊരു വെല്ലുവിളിയായി പ്രതിപക്ഷം കാണുന്നു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. CPMന്റെ ഒളി അജണ്ട എന്ന് പറയുമ്പോൾ പുറത്തു കൊണ്ടുവരണമെന്ന്, അതായത് CPMന്റെ എല്ലാ ഒളി അജണ്ടയും എല്ലാ ഹിഡൻ അജണ്ടകളും പുറത്തു കൊണ്ടുവരണമെന്നാണ് VD സതീശനും CPM കഥ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസും ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാലും ആരോപിച്ചു. ഇവിടെ പ്രതിപക്ഷ നേതാക്കളുടെ അടക്കമുള്ള ബൈറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെല്ലാം പറയുന്നത് ഷാഫി പറമ്പിനെതിരെ നടന്നത് CPMന്റെ തിരക്കഥയുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ CPM നടത്തിയ തിരക്കഥകളാണ് ഇവിടെ കൃത്യമായി നടത്തിപ്പോയിട്ടുള്ളത്. CPMന്റെ കോട്ടകൾ പോലും തകർത്തുകൊണ്ട് ഷാഫി പറമ്പിലെത്തിയ നേട്ടം എന്ന് പറയുന്നതും മുന്നേറ്റം എന്ന് പറയുന്നതും അത് ചെറിയ രീതിയിലൊന്നുമല്ല CPMനെ വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ദേഷ്യവും ഗർവമാണ് ഇതിലൂടെ തീർക്കുന്നത് എന്നുള്ളതാണ് KC വേണുഗോപാലും VD സതീശനും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലെ വൈരുദ്ധ്യം പിരിച്ചുവിട്ട പോലീസുകാരുടെ എണ്ണം തന്നെ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്ന അതിക്രമം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിലുള്ള പരാതിയിൽ ശക്തമായ നടപടിക്ക് പ്രതിപക്ഷം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇവിടെ പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കേരളം കത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഇനി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പാഴ്വാക്കായോ എന്നുള്ളൊരു സുപ്രധാനമായ ചോദ്യം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസിലെ ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വീണ്ടും വിളയാടുകയാണോ? ഷാഫി പറമ്പിലിന്റെ പോരാട്ടത്തിലൂടെ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പക്ഷേ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും CPMന് പോലും CPMന്റെ നേതാക്കൾക്ക് പോലും മാറ്റി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിൽ വന്ന് നടത്തിയ മാധ്യമ സമ്മേളനം ഇവിടെ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ഇത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അതെല്ലാം കള്ളമാണെന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ
ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് താൻ അവിടെ ഇല്ലായിരുന്നു, തനിക്കുള്ള പോസ്റ്റിംഗ് വേറെ സ്ഥലത്തായിരുന്നു, തന്നെ പോസ്റ്റ് ചെയ്തിരുന്നത് CPM-ന്റെ പ്രതിഷേധ പ്രകടനത്തിനൊപ്പമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഷാഫി പറമ്പലിനെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഒപ്പം തന്നെ അയാൾ പറഞ്ഞത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരിക്കുന്ന തൊപ്പി എന്നത് കാക്കിയാണെന്നും ഞാൻ ഉപയോഗിച്ചിരുന്നത് കറുത്ത ക്യാപ്പാണ് എന്നുള്ളതാണ്, അതായത് ഹെൽമറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതെല്ലാം പിന്നീട് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു CI തന്നെ നേരിട്ട് വന്ന് മനഃപൂർവ്വമായി ഒരു MPയെ അടിക്കുന്നു. ഈ അടി കൊണ്ട് മൂക്ക് തന്നെ തകർന്ന സാഹചര്യം ഉണ്ടാകുന്നു. മൂക്കിൻ്റെ അസ്ഥികൾ 2 അസ്ഥികൾക്ക് പൊട്ടലുണ്ടാകുന്നു. അങ്ങനെ 10 ദിവസത്തോളം റെസ്റ്റ് കൊടുക്കുന്നു. കൃത്യമായി 13-ാം ദിവസം വന്ന് ഷാഫി പറമ്പിൽ എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് പോലീസിനെതിരെ ആഞ്ഞടിക്കുന്നു, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു. ഇതായിരുന്നു യഥാർത്ഥ ഷാഫി ഷോ എന്ന് ഇപ്പോഴത്തെ ജനങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ ഇവിടെ പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തുകൊണ്ട് പിരിച്ചുവിട്ട പോലീസുകാർ പിൻവാതിലൂടെ കയറി എന്നുള്ളത്. ഇതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തരമാണ്. ആഭ്യന്തര വകുപ്പ് ആരാണോ കൈയാളുന്നത് ആ ആളാണ് പറയേണ്ടത്. അത് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇന്നുകൊണ്ട് 144 പേരെ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ഒപ്പം തന്നെ അതിൽ 44 പേരെ മാത്രം പിരിച്ചുവിടുകയും 100 പേരെ പിൻവാതിലൂടെ തിരികെ കയറ്റുകയും ചെയ്യുമ്പോൾ അതിനുള്ള കള്ളക്കളി എന്താണെന്ന് മറുപടി പറയേണ്ടത് പിണറായി വിജയനായിരിക്കും. വരുന്ന തിരഞ്ഞെടുപ്പ് സമയങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇതെല്ലാം കൃത്യമായി ആയുധമാക്കാൻ CPM-നെതിരെ തന്നെ, അതായത് CPM-നെതിരെ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി ആയുധമാക്കാനും അത് കൃത്യമായി കുറുക്കിക്കൊള്ളിക്കാനും UDF-ഉം കോൺഗ്രസും അതുപോലെ ഷാഫി പറമ്പിലും ശ്രമിക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. ഇതിൽ മറുപടി പറയാൻ CPM-ന് മറുപടികൾ ഇല്ലാതാകുമെന്ന കാര്യവും ഉറപ്പാണ്.